ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പ്രഗ്നൻസിയുടെ 38 വീക്കിലെ അമ്മയ്ക്ക് കുഞ്ഞിന് വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ പ്രഗ്നൻസിയിൽ ഞാനൊരു 5 വീക്ക് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ 5 വീക്ക് മുതൽ 38 വീക്ക് വരെയാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ 39ലും 40 വീക്കിലേക്ക് സെയിം തന്നെയാണ് പറയാനുള്ളത്. ചിലർ 38 വീക്കിൽ ഡെലിവറി ആവും, ചിലർ 39 വീക്കിൽ ഡെലിവറി ആവും. വളരെ കുറച്ച് പേര് മാത്രമാണ് 40, 41, 42 വരെയൊക്കെ പോകുന്നവർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എന്താ പറയാ 38 വീക്ക് വെച്ച് ഞാൻ നിർത്താണ്. കാരണം ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കില്ല. നമുക്ക് ഡെലിവറി അടുക്കുന്നതിന്റെ സിംറ്റംസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ 38 വീക്കില് നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് ഏകദേശം ഒരു 2.8 kg മുതലൊരു 3 kg വരെ ആയിരിക്കും നമ്മുടെ കുഞ്ഞിന് വെയിറ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഹൈറ്റ് ഒരു 48 സെന്റിമീറ്റർ മുതൽ 51 അല്ലെങ്കിൽ ഒരു 52 സെന്റിമീറ്റർ വരെ കുഞ്ഞിന് ഹൈറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞിന്റെ ഫുൾ ഗ്രോത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നമ്മുടെ കുഞ്ഞിന്റെ ലങ്സും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ബ്രെയിനിലുള്ള ന്യൂറോൺസ് ഒക്കെയാണ് ഇനി ഡെലിവറി കഴിഞ്ഞിട്ടും ഡെവലപ്മെന്റ് നടക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ കണ്ണിന് കൃഷ്ണമണിക്ക് ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന കളറായിരിക്കില്ല കുഞ്ഞിന്റെ കൃഷ്ണമണിക്ക് പിന്നീട് കുഞ്ഞ് വളർന്നു വരുന്നതിനനുസരിച്ച് കുഞ്ഞിന്റെ കൃഷ്ണമണിയുടെ കളർ മാറും. കാരണം നമ്മുടെ കുഞ്ഞിന്റെ കൃഷ്ണമണിക്ക് കണ്ണിന് നിറം കൊടുക്കുന്നത് ഒരു പിഗ്മെന്റ് ആണ്. ആ പിഗ്മെന്റ് ഈ സമയത്തൊന്നും നമ്മുടെ കുഞ്ഞിന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പിഗ്മെന്റ് ഉണ്ടാവുന്നതിനനുസരിച്ചാണ് നമ്മുടെ കുഞ്ഞിന്റെ കൃഷ്ണമണിയുടെ കളർ മാറി ശരിക്കുള്ള കളർ നമുക്ക് തെളിഞ്ഞു വരിക. അപ്പൊ ഇപ്പൊ നമ്മുടെ കുഞ്ഞിനുള്ള കളർ ആയിരിക്കില്ല. കുഞ്ഞ് കുറച്ച് നാള് 2-3 വയസ്സാവുമ്പോൾ കുഞ്ഞിന്റെ കളർ ഇങ്ങനെ ആയിരിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ ലങ്സിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർഫക്റ്റന്റ് ഉണ്ട്. ആ സർഫക്റ്റന്റ് ഈ സമയത്താണ് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. ഏകദേശം ഒരു 37-38 വീക്ക് മുതലൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ ഈ സർഫക്റ്റന്റ് ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഈ സർഫക്റ്റന്റ് ആണ് നമ്മുടെ കുഞ്ഞിന്റെ ലങ്സിന്റെ ഗ്രോത്ത് മുഴുവനാക്കുന്നതും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ലങ്സിൽ ഒരുപാട് അറകളുണ്ട്. അപ്പൊ ഈ അറകളെല്ലാം വേർതിരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലങ്സിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സർഫക്റ്റന്റ് ആണ്. അപ്പൊ ഇത് ഈ സമയം മുതലാണ് ഇത് ഉണ്ടാവാനായിട്ട് തുടങ്ങുക. പിന്നെ അങ്ങോട്ട് നമ്മുടെ കുഞ്ഞിന്റെ ലങ്സ് പുറത്ത് വരുമ്പോൾ ശ്വസിക്കാനൊക്കെ റെഡി ആവാനായിട്ട് തുടങ്ങാണ്. അതുപോലെ തന്നെ ഈ സർഫക്റ്റന്റ് ഇല്ലാത്ത നമുക്ക് ഇതിന് മുൻപ് ഒരു 37 വീക്ക് 36 വീക്കൊക്കെ മുൻപാണെങ്കിൽ ഈ സർഫക്റ്റന്റ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് പ്രീ ടൈം ഡെലിവറി, നേരത്തെ ഡെലിവറി ഒക്കെ നടക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ ലങ്സിന്റെ ഡെവലപ്മെന്റ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ചില അമ്മമാർക്ക് പ്രീ ടൈം ഡെലിവറി നടക്കുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്റ്റിറോയിഡ്സിന്റെ ഡ്രഗ്സ് തരുന്നത്. അപ്പൊ ഇത് നമ്മുടെ കുഞ്ഞിന് ഈ സർഫക്റ്റന്റ് ഉണ്ടാവാനും കുഞ്ഞിന്റെ ലങ്സിന്റെ ഡെവലപ്മെന്റ് ഫുൾ ആവാനായിട്ട് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഈ സ്റ്റിറോയിഡ്സ് ഇഞ്ചക്ഷൻ ഒക്കെ തരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കുഞ്ഞിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇത് നമുക്ക് അമ്മയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാന്ന് നോക്കാം. അമ്മയ്ക്ക് 38 വീക്കില് നമ്മുടെ എന്താ പറയാ വയറൊക്കെ വലുതായി നമ്മുടെ ഡെലിവറിക്ക് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളല്ല വരുന്നത്. നമുക്ക് ഡെലിവറി അടുക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് നമുക്ക് ഈ സമയത്ത് വരിക. നമ്മുടെ വെജൈന ഡിസ്ചാർജ് കൂടും. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറി പാസ് ചെയ്യാനായിട്ട് തോന്നും. പിന്നെ ചിലർക്ക് ലൂസ് മോഷൻ ഒക്കെ വരും. ഒരു ഡെലിവറിക്ക് ഒരാഴ്ച മുന്നൊക്കെ ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ചിലർക്ക് നമ്മുടെ മ്യൂക്കസ് പ്ലഗിന്റെ ഡിസ്ചാർജ് കുറച്ചായിട്ട് വരും. അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കട്ട പോലെ ഇങ്ങനെ മ്യൂക്കസ് പ്ലഗ് ഡിസ്ചാർജ് പുറത്തേക്ക് വരും. പിന്നെ നമുക്ക് ഫ്ലൂയിഡ് ബ്രേക്കിംഗ് ഉണ്ടാവാം. ചിലർക്കൊക്കെ ഫ്ലൂയിഡ് പൊട്ടി ചെറുതായിട്ട് എങ്ങാനും ലീക്കേജ് ഉണ്ടായിട്ട് കുറച്ച് ഫ്ലൂയിഡ് ആയിട്ട് പോകുന്ന പോലെ കാണും. അല്ലെങ്കിൽ ഒരുപാട് പെട്ടെന്ന് തന്നെ ഫ്ലൂയിഡ് എല്ലാം പൊട്ടി ലീക്കായിട്ട് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടതായിട്ട് വരും. അപ്പൊ ഇതൊക്കെയാണ് ഡെലിവറി എടുക്കുന്നതിന്റെ ലക്ഷണങ്ങൾ. ഇനിയും ഒരുപാട് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ആവശ്യമുള്ളവർ പോയി കാണാം. ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡെലിവറി നടക്കുന്നതിന്റെ സിംറ്റംസ്, അതുപോലെ തന്നെ നമുക്ക് നോർമൽ ഡെലിവറി നടക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നോർമൽ ഡെലിവറി നടക്കാനായിട്ട് നമുക്ക് എക്സസൈസുകൾ, സ്ട്രെച്ചിങ്, ബ്രീത്തിങ് പോലെയുള്ള എക്സസൈസുകൾ, ബട്ടർഫ്ലൈ എക്സസൈസ്, സ്കോട്ടിങ് എക്സസൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ്സ്, ഈന്തപ്പഴമൊക്കെ കഴിക്കുന്നത് നമ്മുടെ സെർവിക്സ് വേഗം തുറക്കാനും ഡെലിവറി എളുപ്പമാവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ സെർവിക്സ്. അപ്പൊ നിങ്ങൾക്ക് സെർവിക്സ് ഓപ്പൺ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഡേറ്റ്സ്, ഈന്തപ്പഴം. അപ്പൊ നിങ്ങൾ ഈന്തപ്പഴമൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ ഡെയിലി ഒരു 5-6 എണ്ണൊക്കെ നിങ്ങൾക്ക് ഈന്തപ്പഴമൊക്കെ ഈ സമയത്ത് കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചായ കുടിക്കുന്നതും നമ്മുടെ സെർവിക്സിനെ സ്മൂത്തൻ ചെയ്യാനും തുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്താ പറയാ കട്ടൻ ചായ അല്ലെങ്കിൽ എന്താ പറയാ കോഫി, അതൊക്കെ നിങ്ങളുടെ സെർവിക്സ് ഓപ്പൺ ആവാനും സ്മൂത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ വേറെ ഒരുപാട് ഫുഡ് ഉണ്ട് നമ്മുടെ സെർവിക്സിനെ ഡൈലേറ്റ് ചെയ്യാൻ, കൺട്രാക്ഷൻസ് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ്. പൈനാപ്പിൾ, പപ്പായ പോലുള്ള അങ്ങനെയുള്ള ഫുഡൊക്കെ നിങ്ങൾക്ക് ഈ സമയത്തൊക്കെ കഴിക്കാം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ നോർമൽ ഡെലിവറി ഉണ്ടാവാനായിട്ട് നടക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോർമൽ ഡെലിവറി നടക്കാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് എപ്പോൾ ഡെലിവറി ആണെങ്കിലും, ഇപ്പൊ ഈ ആഴ്ച ആണെങ്കിലും അടുത്ത ആഴ്ച ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. എക്സസൈസ് നിങ്ങൾ എന്തും ചെയ്യാൻ മുടങ്ങാതെ, അതുപോലെ തന്നെ നടക്കുക. നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന സമയം 10-15 മിനിറ്റ് നടക്കുക, സ്റ്റെപ്പ് കയറി ഇറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പൊ അതൊക്കെ നമ്മുടെ ഡെലിവറിക്ക് വേഗം ഡെലിവറി നടക്കാനും നോർമൽ ഡെലിവറിക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നന്നായി സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാം. അതുപോലെ തന്നെ കയറുന്നേക്കാൾ കൂടുതൽ ഇറങ്ങുന്നതാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങാം, കുറെ സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നടക്കുക. നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ വെയിലില്ലാത്ത സമയത്ത് ഈവനിങ്ങിലൊക്കെ, ഇപ്പൊ ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് നിങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് നടക്കാൻ പറ്റുന്നവർ നടക്കുക. അല്ലെങ്കിൽ ഈവനിങ് ഒരു 6 മണി 6:30 സമയത്ത് കുറച്ച് നേരം നിങ്ങൾ നടക്കാം. വെയിൽ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ നടക്കാനായിട്ട് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നന്നായി വെള്ളം കുടിക്കുക. നമുക്ക് എപ്പോഴും ഇപ്പൊ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻസിയിൽ നിങ്ങൾ പ്രത്യേകിച്ച് നന്നായി വെള്ളം കുടിക്കണം. ഒരു ദിവസം 3 ലിറ്റർ വെള്ളം നിങ്ങൾ എന്തായാലും കുടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ കുഞ്ഞിനും ഒക്കെ അത് ദോഷമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി വെള്ളം കുടിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ പ്രഗ്നൻസിയിൽ ഇപ്പൊ ഞാൻ 5 വീക്ക് മുതലാണ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കുറേ കാരണങ്ങൾ കൊണ്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ച ഇടാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഇപ്പൊ ഏകദേശം ഒരു കൊല്ലൊക്കെയായി ഞാനിത് തുടങ്ങിയിട്ട്. എന്നിട്ടാണ് ഇപ്പൊ ഈ 40-38 ആഴ്ച കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വേറെ വേറെ ടോപ്പിക്കിൽ വീഡിയോസ് ഒക്കെ ഇടാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പോൾ പ്രഗ്നൻസിയുടെ വീഡിയോസ് ഞാൻ ഇവിടെ വെച്ച് ഓരോ വീക്കിലുള്ള വീഡിയോസ് 38 വീക്ക് വരെ ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ നിങ്ങൾ ചോദിക്കാം. അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.